കാണാതായ ആളുകളെ 12, ഒരു ഫാമിലി 12 ആളുണ്ടായിരുന്നു. ഇനി 5 ആളെ ഇനി കിട്ടണം. ബാക്കിയുള്ള ആളുകളെ കിട്ടിയിട്ടുണ്ട്. അതിൽ 3 ആൾ ജീവനോടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തതാണ്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാറിലും ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തുകയാണ് ദൗത്യസംഘം. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചാലിയാറിൽ നിന്ന് ഇതുവരെ 233 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ദുരന്തത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് ഒരു നാടിനെ തന്നെ മൊത്തമായി തളർത്തിയിട്ടുണ്ട്. വയനാട് സ്വദേശി അബ്ദുൾ അസീസിന് തന്റെ കുടുംബത്തിൽ നിന്നും 9 കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. മുണ്ടക്കായി ഏറ്റവും ടോപ്പിലാണ് അവരെ വീടുള്ളത്. അപ്പം മഴ കാരണം അവർ താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ മരുമകൻ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ക്വാർട്ടേഴ്സിലാണ് ജ്യേഷ്ഠ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 4 മാസമായിട്ട് താമസിച്ച് വരുന്നത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് മാറിയതാണ് അവർ. അത് മുണ്ടക്കായി ടൗണിൽ തന്നെയാണ് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ക്വാർട്ടേഴ്സും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടാണ്. ക്വാർട്ടേഴ്സില്ല, അതിനോടനുബന്ധിച്ചുള്ള ഒരു സംഭവങ്ങളും അവിടെ ഇല്ല. പള്ളി, മസ്ജിദ് ഉണ്ട് അവിടെ, അതെല്ലാം നഷ്ടപ്പെട്ടു ഫുള്ളായിട്ട്. അച്ഛനും അമ്മയും മരിച്ചു, 2 ആൾ. അതായത് എൻ്റെ മരുമകനാണൊന്ന്, മോളെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് മുണ്ടക്കായിക്കാണ്. അവൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും, എൻ്റെ മരുമകനും മകളൊരു കുട്ടി. അവരെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഒരു മകള്, ഒരു മകൻ. അതിലൊരു മകന് മിസ്സിങ്ങാണ്, കിട്ടിയിട്ടില്ല അവർ. ഇതുവരെ 359 ജീവനുകൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്ക്. ഇന്നലെ കണ്ടെത്തിയത് 2 മൃതദേഹങ്ങളും 26 ശരീരഭാഗങ്ങളുമാണ്. അതേസമയം വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് കൂടുതൽ ഡ്രോണുകളും ഹെലികോപ്റ്ററും ഇന്നെത്തും. വിവിധ സേനകൾക്കൊപ്പം ദൗത്യത്തിൽ 1000-ഓളം സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹം സർവമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ ഇന്നലെ രാത്രിയോടെ സംസ്കരിച്ചിരുന്നു. പുത്തുമലയിലെ ഹാരിസൺ മലയാളം ഭൂമിയിൽ അളന്നു തിട്ടപ്പെടുത്തിയ 64 സെന്റ് സ്ഥലത്താണ് ഇന്നലെ സംസ്കാരം നടന്നത്.